ആന പൊന്തക്കാട്ടിനുള്ളിൽ തുടരുകയാണ്. ദൗത്യം നാളെയും തുടരും. വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക് ചേർന്നുണ്ട്. സുനിൽ, രണ്ടാം ദിവസവും നിരാശ തന്നെയാണ് ഫലം. എന്താണ് വനംവകുപ്പിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ? രേഷ്മ, മയക്കുവെടി ദൗത്യം ഇന്നത്തേത് ഫലം കണ്ടില്ലെന്നും അവസാനിപ്പിച്ചെന്നും നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിരുന്നു. എന്തായാലും അക്കാര്യം സ്ഥിരീകരിക്കുകയാണ് KS ദീപ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ. അദ്ദേഹം അവർ പറഞ്ഞത് ഇന്നത്തെ മയക്കുവെടി ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. സംഘത്തോടെ കാട്ടിൽ നിന്ന് മടങ്ങാൻ നിർദ്ദേശം നൽകി. ഇന്ന് ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും അത് ആനയുടെ ദേഹത്ത് കൊണ്ടില്ല. അതാണ് പ്രധാനമായ പ്രശ്നമായത്. കാരണം ഈ ആന നമ്മൾ ഇത്രയും നേരം റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ തന്നെ, അതായത് ഈ പൊന്തക്കാടിനുള്ളിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരാതെ ഈ മയക്കുവെടി ഇഞ്ചക്ഷൻ അതിന്റെ ദേഹത്തേക്ക് കൊള്ളുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് ഇതിനെ കുറച്ച് തുറസായ സ്ഥലത്തേക്ക് കിട്ടിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇതിനെ മയക്കുവെടി വെക്കാൻ കഴിയൂ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. മാത്രമല്ല, ഈ കുങ്കിയാനകൾ നേരെ ഈ ആന പ്രകോപനത്തോടെ തിരിഞ്ഞടുക്കുകയാണ്. മാത്രമല്ല, ഈ പടക്കവും മറ്റും പൊട്ടിക്കുമ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞു വരുന്ന സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ഏതാണ്ട് ഭൂരിഭാഗം സമയത്തും ആന ഈ പൊന്തക്കാടിനുള്ളിലാണ്. മാത്രമല്ല, ഈ കോളനി, അതിനടുത്ത് ഉള്ള കോളനി ഉണ്ട്. ആ കോളനിയുടെ 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ആന നിലയുറപ്പിച്ചിരുന്നത്. അവിടെ വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏതാണ്ട് 20-25 മിനിറ്റ് എടുക്കും ആന മയങ്ങാൻ. ആ സമയത്ത് ആന പ്രകോപിതനായാൽ അത് അവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്, ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. എന്തായാലും ഇന്ന് രാത്രി ഇന്നലത്തേതുപോലെ തന്നെ നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. നാളെ വീണ്ടും ഇത് തുടരും. അതിനിടയിൽ ആന നാഗർകോള വനമേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള, വന്യജീവി സങ്കേതത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാ തരത്തിലും ചെയ്തിട്ടുണ്ടെന്നും CCM പറയുന്നു. അതിനിടയിൽ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇന്നലത്തേതുപോലെ തന്നെ പ്രദേശത്ത് ഇന്നും പ്രതിഷേധമുണ്ട്. ആളുകൾ ഇപ്പോൾ സംഘടിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾ സംഘടിച്ചിരിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. ആ ഒരു കാരണത്താൽ വലിയ പോലീസ് സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. രേഷ്മ.